ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന്റെ പേരിൽ സമുദായക്കാരും അതുപോലെ പാർട്ടിക്കാരുമെല്ലാം ശരണ്യയുടെ കുടുംബത്തെയും കോളനിയും തന്നെ ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി ഇതുവരെ പിരിച്ച ഫണ്ടൊന്നും നിങ്ങൾക്ക് ഇനി തരില്ലെന്നും അതുപോലെ ആരുടെയും ഭാഗത്തുനിന്നും ഒരു സഹായം ഉണ്ടാവില്ല, നീയും നിന്റെ കുടുംബവും ഈ കോളനിയിൽ സ്വസ്ഥമായിട്ട് കഴിയുന്ന ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണല്ലോ സമുദായക്കാരൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ ശരണ്യെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നീ ഒറ്റ ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. മാനക്കേട് മാത്രമല്ല, ഇപ്പൊ കണ്ടില്ലേ, ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാ. ആരുടെയും ഒരു സഹായം ഇനി ഉണ്ടാവില്ല. മുന്നോട്ടുള്ള ജീവിതം പോലും ഇപ്പൊ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. പുറത്തിറങ്ങി ഒരു പണിക്ക് പോലും പോകാൻ വയ്യാത്ത അവസ്ഥയാ. നീ നിന്റെ ആങ്ങളമാരുടെ അവസ്ഥ ഓർത്തു നോക്ക്. അവന്മാർക്ക് പോലും ഇപ്പൊ പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയ എല്ലാവരും കളിയാക്കുകയാ. ആ സ്വർണ്ണക്കടക്കാരൻ മൊഴിമാറ്റി പറഞ്ഞതിന്റെ പേരില് ലക്ഷങ്ങൾ നമുക്ക് തന്നൂന്നാ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പാർട്ടിക്കാരും സമുദായക്കാരും അതിനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവരാരും അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവര് നമ്മളെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങി തല ഉയർത്തി നടക്കാൻ വയ്യ. കടയിൽ ചെന്നൊരു സാധനം ചോദിച്ചാൽ അതുപോലും കിട്ടാത്തൊരവസ്ഥയാ. ഈ കോളനിയിൽ ഇനി നമ്മൾ താമസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാന്നാ തോന്നുന്നേ. ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കേണ്ട അവസ്ഥയാ. ആരും നമ്മളുമായിട്ട് ഒരു സഹകരണത്തിനും തയ്യാറല്ല. നമ്മൾ ഈ കോളനിയിൽ താമസിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അവർ പറയുന്നത്. എല്ലാം വാരിപ്പറക്കി കെട്ടിക്കൊണ്ട് എങ്ങോട്ടേക്ക് നമ്മൾ പോകും? ആരാ നമുക്ക് താമസിക്കാൻ ഒരു വീട് തരാൻ പോന്നേ? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഓരോ എത്തുമ്പിടിയും കിട്ടുന്നില്ല. കൂട്ട ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്യാനാച്ചാ എന്നിങ്ങനെ ഗോപിയും പറയുന്നുണ്ട്. ശരണ്യ ഇവരെല്ലാം പറയുന്നത് കേട്ട് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ശരണ്യ കാരണമാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന. എന്നാൽ ശരണ്യ സത്യം മാത്രമേ കോടതിയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും തന്നെ ആരും വിചാരിക്കുന്നില്ല കേട്ടോ. പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ പറഞ്ഞതുപോലെ അനുസരിച്ചില്ല എന്നും പറഞ്ഞിട്ടാണല്ലോ അവരിപ്പം നാട്ടിൽ മുഴുവൻ ഇങ്ങനൊരു പ്രചാരണമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാകരനും കുടുംബത്തിനും അവിടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. ശരണ്യ കോടതിയിൽ സത്യം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ആ പാർട്ടിക്കാരും സമുദായക്കാരും എല്ലാം ആ പ്രഭാകരനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും അവർക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ലെന്നും ഈ കോളനിയിലെ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഷാജി അറിയുന്നുണ്ട്. ഈ കോളനിയിലുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. അവരുമായിട്ട് ഇപ്പൊ ആരും ഒരു സഹകരണവും ഇല്ല. ശരിക്കും ആ കുടുംബം ഒറ്റപ്പെട്ടു പോയി. ആ കൊച്ചു കോടതിയിൽ സത്യം പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ മോനെ? അല്ലെങ്കിൽ തന്നെ അവരുടെ കുടുംബത്തിലെ ഈ പാർട്ടിക്കാരും സമുദായക്കാരും ഇടപെടാൻ നിൽക്കുന്ന എന്തിനാ? അവര് പ്രതീക്ഷിച്ചതുപോലെ ആ കൊച്ചു കോടതിയിൽ സത്യം പറയാത്തോണ്ടായിരിക്കും ആ കൊച്ചിനെയും ആ കൊച്ചിന്റെ വീട്ടുകാരെയും ഇവരെല്ലാരും കൂടി ഇങ്ങനെ ക്രോശിക്കുന്നത്. ഇത് വല്ലാത്ത കഷ്ടമായി പോയി മോനെ. എന്നാ ചെയ്യാൻ പറ്റും? നമുക്കിവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നമ്മളെ തിന്നാൻ വരും. പാർട്ടിക്കാരുടെയും സമുദായക്കാരുടെയൊക്കെ ഉദ്ദേശം എന്താന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് കുറെ ബക്കറ്റ് പിരിവ് നടത്തും. അതിൽ കുറച്ചു വല്ലതും ആ കൊച്ചിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ബാക്കി മുഴുവൻ ഇവര് തന്നെ അങ്ങ് ഒതുക്കുകയല്ലേ ചെയ്യുള്ളൂ. അതുപോലെ ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ തോന്നിവാസങ്ങൾ ഇവർ കാണിച്ചു കൂട്ടാനിരുന്നത്. അതൊന്നും നടക്കാതെ വന്നതിന്റെ ദേഷ്യമാണ് അവർ ഈ കാണിക്കുന്നത്. എന്തായാലും ആ കൊച്ചു ധൈര്യമായിട്ട് കോടതിയിൽ സത്യം പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടില്ലേ മോനെ? അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞത്. പ്രഭാകരനും കുടുംബമായിട്ട് ആർക്കും ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അവർ ഈ കോളനിയിൽ ശരിക്കും ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കണം. അവർ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടണം. ആരും ജോലി കൊടുക്കരുത്. അവരെന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ പോലും ആരും അതൊന്നും ചെയ്തു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞത് അതിനായിരിക്കും. മിക്കവാറും ആ കൊച്ചിന്റെ വീട്ടുകാരെയും ഈ കോളനിയിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത്. അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോനെ. ഈ കോളനിയിലുള്ള എല്ലാവരും ഒരു മനുഷ്യത്വം കാണിക്കാതെയാ അവരോട് പെരുമാറുന്നത്. വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നൊക്കെ തന്നെ ഷാജിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഷാജിക്കും ഇത് കേട്ടിട്ട് വല്ലാത്ത മനപ്രയാസം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ തന്നോടും തന്റെ വീട്ടുകാരോടും ഈ കോളനിയിലുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു സഹായവും ഇല്ലാതെ ഒറ്റപ്പെട്ട കുടുംബമായിട്ടാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നതെന്നൊക്കെ ഉള്ളത് തന്നെ ശരണ്യ വിളിച്ചിട്ട് അലീനയോട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരെങ്ങനെ പലതും പറഞ്ഞോട്ടെ. മോള് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന്റെ ദേഷ്യം അവർ കാണിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് അതങ്ങനെ കാണും. അത് കഴിയുമ്പം വീണ്ടും പഴയതുപോലെ തന്നെ കാര്യങ്ങളായിക്കോളും. അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അതിനുശേഷം രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും രോഹിത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മാനസികമായി ഒരുപാട് തളർന്നെന്നും അവനിപ്പോൾ ജീവിക്കണം എന്നൊരാഗ്രഹമില്ല, വെറുപ്പാണെന്നും അതുപോലെ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലാണ് അവൻ പെരുമാറുന്നതൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രോഹിത്തിന്റെ കാര്യം ഓർത്ത് ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണെന്നും ഞാൻ മോളെ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രോഹിത്തിന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ബാലചന്ദ്രനും അലീനയൊക്കെ ആകെ തകർന്നിരിക്കുകയാണല്ലോ. അവരും വല്ലാതെ ടെൻഷനിലും മനപ്രയാസത്തിലുമാണ്. ഈ സമയത്താണ് ഷാജി ഈ കാര്യങ്ങളെല്ലാം അലീനയോട് പറയാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്.
എന്നിട്ട് അലീനയോട് ഷാജി പറയുന്നുണ്ട് ശരണ്യയും ശരണ്യയുടെ വീട്ടുകാരും കോളനിയിലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്നുള്ളത്. അത് മാത്രമല്ല സമുദായക്കാരും പാർട്ടിക്കാരും വന്ന് അവർ ഇനി ആ കോളനിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടാണ് പോയിരിക്കുന്നതെന്നും ദൈനംദിന ജീവിതത്തിന് പോലും ഒരു വഴിയുമില്ലാതെ ആ കുടുംബം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും പറയുന്നുണ്ട്. ആ കൊച്ചു കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന്റെ പേരിലാണല്ലോ ആ കുടുംബം ഇപ്പൊ ഇത്രയും യാതനകളൊക്കെ അനുഭവിക്കുന്നത്. അതിലൊരു പങ്ക് നിങ്ങൾക്കും ഇല്ലേ? നിങ്ങളുടെ വീട്ടിലെ പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കൊച്ചു അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞത്? അതിന്റെ ആവശ്യം ആ കൊച്ചിന് എന്തായിരുന്നു? അവർ പറയുന്നത് കേട്ട് ആ കൊച്ചു മൊഴി മാറ്റി പറയാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ആ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? എല്ലാം കൊണ്ടും ആ കുടുംബം ഇപ്പൊ തകർച്ചയുടെ വക്കില. ഒരു കൂട്ട ആത്മഹത്യയെ പറ്റി പോലും അവർ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇപ്പൊ അവരുടെ വീട്ടില്. കോളനിയിലുള്ള അത്രയും വീടുകളും പാർട്ടിക്കാരും സമുദായക്കാരും കയറി ഇറങ്ങി. ഈ കുടുംബമായിട്ട് കോളനിയിൽ ഒരാൾക്കും ഒരടുപ്പം ഉണ്ടാകരുതെന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തണമെന്ന്. അങ്ങനെ ഒറ്റപ്പെടൽ സഹിക്കാനാവാതെ അവരിവിടുന്ന് താമസം മാറി പോകാൻ വേണ്ടിയിട്ടാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ പെങ്കുച്ചിനെയും കൊണ്ട് അവരെങ്ങോട്ടേക്ക് പോകാനാ? ആ പെങ്കുച്ചിയുടെ 2 ആങ്ങളമാരുണ്ടല്ലോ, അവരുടെ ഭാവി എന്താകും? മൊഴി മാറ്റി പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കുറെ കാശ് കൊടുത്തെന്നൊക്കെ കേട്ടല്ലോ, അതൊക്കെ ഉള്ളതാണോ കൊച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഷാജേട്ടാ, ഈ പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. ഞാൻ അങ്ങോട്ടേക്ക് വന്നത് ശരണ്യെ ഒന്ന് ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി മാത്രമാണ്. അങ്ങനെ എന്നോടുള്ള വിശ്വാസം കൊണ്ട് ശരണ്യ തന്നെയാണ് എന്നോട് രോഹിത് നിരപരാധിയാണെന്ന് പറഞ്ഞത്. അപ്പോഴും രോഹിത്തിനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഒരു റെക്കമെൻഡേഷനും നടത്തിയിട്ടില്ല ഷാജേട്ടാ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിക്കെതിരെ കള്ളമൊഴി പറഞ്ഞതിൽ അവൾക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അവൾ അത് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ മോള് സത്യം പറയണമെന്ന്. അതിനുള്ള ധൈര്യം ഞാൻ അവർക്ക് പകർന്നു കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും കോടതിയിലെ സത്യം വെളിപ്പെടുത്തണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. മോളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞങ്ങൾ ആരും അവളോട് സത്യം കോടതിയിൽ തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടില്ല ഷാജേട്ടാ. അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല. കാശ് കൊടുക്കാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വാഗ്ദാനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അതൊക്കെ ആ പാർട്ടിക്കാരും സമുദായക്കാരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഞാൻ അവളുടെ മുമ്പിലേക്ക് ചെന്നാലല്ലേ ഇതൊക്കെ കൊടുക്കാന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ അങ്ങനെ ചെന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വീട്ടിലെ സെർവൻ്റ് ആണ്. എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു അർഹതയും ഇല്ലല്ലോ ഷാജേട്ടാ. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. ആ പാർട്ടിക്കാരുടെയും സമുദായക്കാരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. അതിജീവിത എന്നുള്ള പേര് പറഞ്ഞ് അവളെ കാലാകാലം ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിടാനായിരുന്നു അവരുടെയൊക്കെ പ്ലാൻ. എന്നിട്ട് അതിന്റെ പേരിൽ ഫണ്ട് പിരിവും ബക്കറ്റ് പിരിവും അങ്ങനെ പല കാര്യങ്ങളും അവർ ആസൂത്രണം ചെയ്തായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോഴത്തെ ദേഷ്യം അവരെ കാണിക്കുന്നത്. പാവം ശരണ്യയും ശരണ്യയുടെ കുടുംബത്തെയും ഇത് ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞാനും ഒരിക്കലും വിചാരിച്ചതല്ല. ഷാജേട്ടന് അറിയാമല്ലോ, എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന ശമ്പളം ഏതെങ്കിലും ഒരു ഓർഫനേജിൽ അരിയും സാധനങ്ങളും മേടിച്ചു കൊടുക്കാനല്ലേ ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ശരണ്യയുടെ വീട്ടിലേക്കും എന്നെ കൊണ്ട് പറ്റും സഹായം ചെയ്യണമെന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങളാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സത്യമായിട്ടും ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ പച്ച കള്ളമാണ് ഷാജിയേട്ടാ. അതിലൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല. ഷാജി പറയുന്നുണ്ട് കൊച്ചെ, നീ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കാം. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും കൊച്ചവിടെ വന്നിട്ട് പോയ പിന്നെയല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഇപ്പൊ ആ കുടുംബത്തിന് ഒരു താങ്ങും തണലും ഇല്ല. സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം പിന്മാറി. ഇപ്പൊ ഒരാശ്രയം ഇല്ലാതെ ആ കുടുംബം വഴിമുട്ടിയിരിക്കുക. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ കൊച്ചെ? ആ കോളനിയിലുള്ള എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുകയാ. ആരും അവരുമായിട്ട് ഒരു സംസാരവും ഇല്ല. പ്രഭാകരൻ ചേട്ടനെയും ആ പയ്യന്മാരെ പോലും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാ. ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വന്നത് കൊച്ചങ്ങോട്ടേക്ക് വന്നോണ്ടല്ലേ? അല്ലെങ്കിൽ ശരണ്യ 4 പേരുടെയും പേരിൽ മൊഴി പറയുമായിരുന്നല്ലോ. കൊച്ചങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രമാ ആ കുടുംബം ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നം അനുഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അലീനയ്ക്ക് ആകെ സങ്കടം വരികയാട്ടോ. അലീന പറയുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തു ഷാജിയേട്ടാ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. ഇവിടുത്തെ സാറിനോട് പറഞ്ഞ് ശരണ്യയ്ക്കും കുടുംബത്തിനും എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യിക്കാം. അല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗം ഒന്നുമില്ല ഷാജിയേട്ടാ. കോളനിക്കാരെ എല്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് ആ പാർട്ടിക്കാർ തന്നെ ആയിരിക്കും. അവർക്ക് അച്ഛനോട് നേരത്തെ ശത്രുതയുണ്ടായിരുന്നു. പാർട്ടിയുടെ എന്തോ പിരിവിന്റെ ഭാഗമായിട്ട് അവർ കടകളിൽ ചെന്നപ്പോഴേക്കും അച്ഛൻ അവർ ആവശ്യപ്പെട്ട തുക കൊടുത്തില്ല. അതിന്റെയൊക്കെ ഒരു ദേഷ്യം അവർക്ക് അച്ഛനോട് ഉണ്ടായിരുന്നു. ആ ദേഷ്യം എല്ലാം അവർ ഈ കൂട്ടത്തിൽ കാണിക്കുന്ന. എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിച്ച് ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ കുടുംബത്തെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. കൊച്ചിനെ അറിയാവല്ലോ, ആ കോളനിയിലുള്ള എല്ലാവരും സാധാരണ കുടുംബക്കാരാ. ശരണ്യയുടെ അച്ഛനും സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാ. ഇപ്പൊ അയാൾ ആരും പണിക്ക് വിളിക്കുന്നില്ല. അയാൾക്കിപ്പോ ഒരു ജോലി ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുക. എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ആ പയ്യന്മാരുടെ ഭാവി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം. ഇന്നലെ അമ്മയാ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്.
പാർട്ടിക്കാരും സമുദായക്കാരും കൂടി ചേർന്ന് കളിക്കുന്ന കളികളായത്. അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ കൊച്ചേ? നമ്മൾ പറഞ്ഞാൽ തന്നെ അതാരെങ്കിലും കേൾക്കാൻ കൂട്ടാക്കുവോ? അതുകൊണ്ടാ ഞാൻ കൊച്ചിനോട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ ഓർത്ത് വന്നെന്നും പറഞ്ഞിട്ട് തന്നെ ഷാജി അവിടുന്ന് പോകുന്നുണ്ട്. ഷാജി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അലീന ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. രോഹിത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു പെരുമാറ്റവും മാനസികാവസ്ഥയൊക്കെ കണ്ട് അലീന ആകെ തളർന്നിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ശരണയും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണല്ലോ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട് തന്നെ അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഫോൺ വിളിച്ചപ്പോൾ പോലും അവൾ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ. സമുദായക്കാരും പാർട്ടിക്കാരും വന്നപ്പോൾ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് പോയെന്നല്ലാതെ ശരണയും ശരണയുടെ വീട്ടുകാരും കോളനിക്കാരും ഒറ്റപ്പെടുത്തുന്ന കാര്യമോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമോ ഒന്നും തന്നെ അവൾ പറഞ്ഞില്ലല്ലോ. എന്നോട് എങ്ങനെ പറയുന്ന ഓർത്തിട്ടായിരിക്കും പറയാത്തത്. എന്തായാലും അച്ഛൻ വരുമ്പോൾ അച്ഛനോട് സംസാരിച്ചിട്ട് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി കൊടുത്തു എന്നാണല്ലോ പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത്. ഇനിയിപ്പോ അവരങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ അനിയനെ രക്ഷിക്കാൻ, എന്റെ സ്വന്തം അനിയനെ ജയിലിൽ പോകാതെ അവൾ രക്ഷിച്ചതല്ലേ. അവക്ക് വേണ്ടി അങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ? അവക്കും കുടുംബത്തിനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അച്ഛനോട് പറയണം. അച്ഛൻ അത് സമ്മതിക്കുമായിരിക്കും എന്നൊക്കെ അലീന ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം അലീന ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ഷാജിയേട്ടൻ വീട്ടിലേക്ക് വന്നതും ആ കുടുംബം കോളനിയിൽ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചിട്ടും എല്ലാം തന്നെ പറയുക കേട്ടോ. അതുപോലെ തന്നെ മൊഴിമാറ്റി പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ലക്ഷങ്ങൾ അവൾക്ക് പ്രതിഫലമായി കൊടുത്തെന്നും അതിന്റെ പേരും പറഞ്ഞ് പാർട്ടിക്കാരും സമുദായക്കാരും കോളനിയിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണെന്നും അവളുടെ അച്ഛന് മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല, ആ കുടുംബം ഇപ്പൊ ദാരിദ്ര്യാവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എല്ലാം ശരിയാണ്, പക്ഷെ നമുക്ക് അവളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നമ്മൾ അവൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞത് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കിയ കള്ളം സത്യമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യണോ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛാ ഈ ഒരു അവസ്ഥയിൽ ആ കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മളാണ്. നമ്മുടെ രോഹിത്തിനെ ജയിലിൽ പോകാതെ സംരക്ഷിച്ചതിന്റെ പേരിലല്ലേ അവളും അവളുടെ കുടുംബവും ഇപ്പൊ ഇത്രയും ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നത്. ആ കോളനിയിലെ എല്ലാവരും അവർ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി ഒന്നും നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് വലിയ ബുദ്ധിമുട്ടിലാച്ചാ. ഇന്ന് ഷായിച്ചേട്ടൻ വന്നപ്പോഴാ പറഞ്ഞത്, ഇതിന്റെ പേരിൽ ആ കുടുംബത്തെ കോളനിയിൽ എല്ലാവരും എങ്ങനെയാണ് കാണുന്നതെന്നും അവരെ നാണം കെടുത്തി ആ കോളനിയിൽ നിന്ന് ഓടിക്കാനുള്ള പ്ലാനിങ് ഒക്കെ അവർ നടത്തുന്നുണ്ടെന്നും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ സഹായിച്ചല്ലേ പറ്റു വച്ചാ. അവള് നമ്മളെ സഹായിച്ചില്ലേ, അപ്പൊ പിന്നെ അവക്ക് നമ്മളൊരു സഹായം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ അലീന. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അത് നീ എന്തു പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ അച്ഛൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരൊറ്റ കാരണേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാനോ ആ കുടുംബത്തെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും തന്നെ കഴിയില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ ആ കോളനിക്കാരെല്ലാം കൂടെ വട്ടം കൂടി നമ്മളെ ആക്രമിക്കാൻ വരും. അന്ന് മോള് പോയ കാര്യം മോള് മറന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് പോയത് രോഹത്തിനെ രക്ഷിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനാന്നും പറഞ്ഞ് ആ കോളനിക്കാർ വീണ്ടും അവരെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ അവർക്ക് പിന്നെ അവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമോ മോളെ? എന്റെ മോൻ ജയിലിൽ പോകാതെ ആ കുട്ടി നമ്മളെ സഹായിച്ചു. ആ കുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ കടമപ്പെട്ടവനാണ്. അതെനിക്കറിയാം. എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് മോളെ ഞാൻ മടിക്കുന്നതെന്നൊക്കെ അലീനോട് പറയാട്ടോ ബാലചന്ദ്രൻ. അപ്പൊ അലീന പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ അങ്ങോട്ടേക്ക് പോയാലും അതുപോലെ അവരിങ്ങോട്ടേക്ക് വന്നാലും അത് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. ഇല്ലാത്ത കഥകളൊക്കെ അവർ പ്രചരിപ്പിക്കും. അതിലും ഭേദം നമുക്ക് വല്ല ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ വെച്ചാൽ അവരെ ഒന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഞാൻ റെഡിയാ മോളെ. എങ്ങോട്ടേക്ക് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാ. അതുപോലെ തന്നെ അവർക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാ. പക്ഷെ അവരത് സ്വീകരിക്കുമോ? ഇപ്പൊ തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ അതിന്റെ പേരും പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവർ നമ്മുടെ ഈ സഹായം സ്വീകരിക്കും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ആദ്യം അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും അലീന ശരണ്യെ വിളിച്ച് സംസാരിക്കുകയാണ്. കോളനിയിൽ അനുഭവിക്കുന്ന ദുരവസ്ഥയും അതുപോലെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും എല്ലാ കാര്യങ്ങളും പറയുക കേട്ടോ. അതുപോലെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. ഷായിച്ചേട്ടൻ ഇന്ന് ഇവിടെ വന്നായിരുന്നു. ഷായിച്ചേട്ടൻ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞത്. ഞാനിവിടെ അച്ഛനോട് സംസാരിച്ചു. മോൾ എന്നിട്ടും ചേച്ചിയോട് എന്തായിരുന്നു പറയാനെന്ന് ചോദിക്കുമ്പോഴേക്കും ശരണി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ ചേച്ചി, എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അല്ലാതെ ചേച്ചിയും അവിടെ ജോലിക്കായിട്ട് നിൽക്കുന്നതല്ലേ. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് വിഷമാവുമെന്നുള്ളത് എനിക്കറിയാം ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ഇത് പറയാഞ്ഞെന്നൊക്കെ തന്നെ ശരണി പറയുന്നുണ്ട്. മോളെ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴേക്കും ശരണി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിന്ന്. മോളുടെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ചേച്ചി പറയുന്ന സ്ഥലത്തേക്ക് നാളെ വരാമെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശരണി പറയുന്നുണ്ട്, ചേച്ചി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛനും അമ്മയൊക്കെ നല്ല ദേഷ്യത്തിലാ. അവര് ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി.
തന്നെയുമല്ല എന്നെ ഈ വീടിന് പുറത്തേക്ക് ഇറക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. ഇനിയുള്ള കാലം വീടിനകത്ത് കഴിഞ്ഞാൽ മതി എന്ന് അവർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവർ എന്നെയും കൂട്ടി പുറത്തേക്ക് വരാൻ സാധ്യത കുറവാന്നൊക്കെ പറയുകയാണ്. എന്നാൽ മോൾ ഈ ഫോൺ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവോ, ഞാൻ അമ്മയോട് തന്നെ പറയാമെന്നിങ്ങനെ പറഞ്ഞിട്ട് ശരണ്യ ഫോൺ കൊണ്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അലിന ചേച്ചിയാണെന്നും അമ്മയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫോൺ കൊടുക്കുന്നത്. ആദ്യം സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അലീന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് മനസ്സിനൊരു ആശ്വാസം തന്നെ തോന്നുകയാണ്. കോളനിയിൽ അവരനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആ ഒരു ഒറ്റപ്പെടലും എല്ലാത്തിനെയും ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ അലീന സംസാരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീന നാളെ ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് ടൗണിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അമ്മയോട്. അപ്പോഴേക്കും അവർ ആദ്യം വിസമ്മതിച്ചു. അച്ഛൻ എന്തായാലും ഇതിന് സമ്മതിക്കില്ലെന്നും അങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അലീന വീണ്ടും വീണ്ടും അവരെ വിളിച്ചു. അവസാനം ശരണ്യയുടെ അമ്മ ശരണ്യയുടെ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നതും. ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും തന്നെ ശരണ്യയുടെ അച്ഛൻ പൊട്ടിത്തെറിക്കുകയാണ്. ശരണ്യയോടും ശരണ്യയുടെ അമ്മയോടും ഒക്കെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ആരെയും കാണാൻ പോകണ്ട, ഒരിടത്തോട്ടും പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇപ്പൊ തന്നെ ആവശ്യത്തിന് നാണക്കേടായില്ലേ, പുറത്തിറങ്ങി നടക്കാൻ പോലും വയ്യ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ വയ്യ. ഈ കോളനിയിലെ എല്ലാവരും ഇപ്പൊ നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനിയും അവർ പറയുന്ന കേട്ട് അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഈ കോളനിയിൽ നിന്ന് എല്ലാവരും നമ്മളെ അടിച്ചിറക്കി വിടണോ? അതിനുള്ള പരിപാടിയാണോ അമ്മയും മോളും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശരണ്യയോടും ശരണ്യയുടെ അമ്മയോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പ്രഭാകരൻ. അവസാനം ശരണ്യ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, നമ്മളെ തള്ളി പറയുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഇവര് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നത്? നമ്മളെ സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? ഈ പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ നമുക്ക് എന്നാ തന്നത്? ഈ പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ പറയുന്നത് എന്തിനാച്ചാൽ നമ്മൾ കേൾക്കുന്നത്? നമ്മൾ എന്തിനാ അവരെ ഭയക്കുന്നത്? നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാ അവരെ ഭയക്കണം? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞ് അവരുദ്ദേശിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയതിൻ്റെ അമർഷമാണ് അവർ ഈ കാണിക്കുന്നത്. അത് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ലല്ലോ അച്ഛാ. എൻ്റെ ജീവിതം വെച്ചിട്ടാ അവരവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നോക്കുന്നത്. അതിന് ഞാൻ എന്തിനാ അച്ഛാ സമ്മതിക്കുന്നത്? എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിലെനിക്കൊരു കുറ്റബോധവും ഇല്ല. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഇവരൊരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അതിന് ഈ പാർട്ടിക്കാരും സമുദായക്കാരും നമ്മളെ സമ്മതിക്കില്ല അച്ഛാ. നമ്മളെ ഇനി സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. അതാണല്ലോ അന്ന് അവർ പറഞ്ഞിട്ട് പോയതും. പിന്നെ എന്തിനാ നമ്മൾ അവരെ ഭയക്കുന്നത്? അവരെ പേടിച്ച് നമ്മൾ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കണം? നമ്മളെ സഹായിക്കാനോ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ അവരാരും ഇനി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് താങ്ങും തണലുമായി നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് എന്തൊരു ആശ്വാസമാച്ചാ. എന്തിനാ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത്? എന്തായാലും ആ പാർട്ടിക്കാരും സമുദായക്കാരും പച്ച കള്ളം പറഞ്ഞ് ഈ കോളനിയിലുള്ള എല്ലാവരും വിശ്വസിപ്പിച്ചില്ലേ? കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന്റെ പേരിൽ ലക്ഷങ്ങൾ നമ്മൾ പ്രതിഫലം മേടിച്ചെന്നും പറഞ്ഞ് ആ രീതിക്ക് അവരെന്തൊക്കെ തോന്നിയാസങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ടും നമ്മൾ അവരോട് മറുത്തൊരക്ഷരം പറയാതെ അതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ അച്ഛാ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാ അവരിങ്ങനെ ഭയന്ന് ജീവിക്കണം? അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ അച്ഛാ. ഈ കോളേജിലുള്ള എല്ലാവരുടെയും വാ മൂടിക്കെട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തന്നെ ശരണ്യം അതുപോലെ ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ശരണ്യയുടെ അച്ഛൻ സമ്മതിക്കുകയാണ്. ശരണ്യയും ശരണ്യയുടെ അമ്മയും അച്ഛനും കൂടി അലീന പറയുന്ന ഹോട്ടലിലേക്ക് പിറ്റേ ദിവസം തന്നെ ചെല്ലുന്നുണ്ട്. അവിടെ ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും അവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് ചെന്നതിന് ശേഷം അലീന ബാലചന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. പ്രഭാകരനാണെങ്കിലും വലിയ താല്പര്യമില്ലാതെ വലിയ മൈൻഡ് ഇല്ലാതെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പ്രഭാകരൻ എന്നിട്ട് കോളനിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ മാത്രമാണ് ചെയ്തത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്ര നാളും എൻ്റെ മകൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അവന് ജാമ്യം അനുവദിച്ചിട്ട് പോലും അവൻ ഇതുവരെ ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അവൻ ഇപ്പോഴും സമനില തെറ്റവനെ പോലെ നടക്കുന്നത്, ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവന്റെ ജീവിതത്തോട് തന്നെ വെറുപ്പായി തുടങ്ങിയെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാകരനും പറയുന്നുണ്ട്, ശരണ്യയുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. അലീന അവിടെ വന്ന പിന്നെയാണ് ശരണ്യയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതിപ്പം ഞങ്ങൾക്ക് വിനയായിട്ട് മാറുകയും ചെയ്തു. അലീന അവിടെ വന്ന പിന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. ഇപ്പം ആ കോളേജിൽ എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുക. എല്ലാവരും ഞങ്ങളെ ഒരു ശത്രുവിനെ കാണുന്ന പോലെയാണ് കാണുന്നത്. ഇനി അവിടെയുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ തന്നെ ശരണ്യയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ എല്ലാവരും കൂടി ക്രോശിക്കുന്നുണ്ടെങ്കിൽ അവരാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അതും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് ടൗണിനടുത്ത് തന്നെ ഒരു വീട് ഞാൻ ശരിയാക്കി തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഞാൻ ഒരുക്കി തരാം. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ശരണ്യ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ജീവിതത്തിലോട്ട് വരട്ടെ. അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവളെ നിങ്ങൾ പഠിപ്പിക്കണം. അല്ലാതെ ആ കോളനിക്കാർ പറയുന്നത് കേട്ട് ആ കുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്.
അവൾ പഠിക്കട്ടെ, അവൾ നല്ല നിലയിൽ എത്തട്ടെ, അവളുടെ ജീവിതം അവൾ ആസ്വദിക്കട്ടെ എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ഒരു 20 ലക്ഷം രൂപ ശരണ്യയുടെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. ആദ്യം അവരത് വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അലീനെ സമ്മർദ്ദം ചെലുത്തി അവരത് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കോളനിയിൽ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്നോട് സഹായം ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താമസിക്കാൻ വേറൊരു വീട് സ്ഥലവും ഞാൻ റെഡിയാക്കി തരും. അതുകൊണ്ട് കോളനിക്കാർ മുഴക്കുന്ന ഭീഷണിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ശരണ്യം, ശരണ്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇവർ ചെയ്ത സഹായത്തിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കൂടെ നിന്നവരെല്ലാം ഞങ്ങളെ കൈയൊഴിഞ്ഞു, ആരും ഇപ്പം ഞങ്ങളെ സഹായിക്കാനില്ല, എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സഹായം അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് എന്നും പറഞ്ഞിട്ട് തന്നെ അവർ സന്തോഷത്തോടെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും. അവരെ സഹായിക്കാൻ കഴിഞ്ഞതിലും അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞതിലും ഒക്കെ ബാലചന്ദ്രനും അലീനയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്